പ്രിയങ്കുകലികാശ്യാമം രൂപേണ പ്രതിമം ബുധം സൗമ്യം സൗമ്യഗുണോപേതം തം ബുധം പ്രണമാമ്യഹം. ഞാൻ ബുധനെ നമസ്കരിക്കുന്നു. സൗമ്യനും വളരെ സൗമ്യനായ സൗമ്യ ഗുണോപേതങ്ങൾ, നല്ല സൗമ്യങ്ങളായ ഗുണങ്ങളോടുകൂടിയ ആ ബുധനെ ഞാനിതാ നമസ്കരിക്കുന്നു സാധനം. പ്രിയമുള്ള പ്രേക്ഷകരെ, സ്വന്തം ക്ഷേത്രത്തിൽ നിന്നും മിഥുനത്തിൽ നിന്നും ബുധനിത തൻ്റെ ശത്രുക്ഷേത്രമായ കർക്കിടക രാശിയിലേക്ക് വന്നിരിക്കുന്നു. കേവലം 12 ദിനങ്ങൾ മാത്രമാണ് ബുധൻ കർക്കിടകത്തിലുണ്ടാവുക. പക്ഷേ ബുധൻ ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഗ്രഹമാണ്. അതിനാൽ ബുധനെ കൊണ്ട് ധാരാളം നന്മകൾ, അത് ഗുണമാണോ ദോഷമാണോ എന്ന് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണ് ഈ ഒരു വീഡിയോകൾ എന്ന് ഞാൻ പറയട്ടെ. മേടൻ രാശി മുതൽ 12 രാശിയിലേക്കുള്ള ബുധൻ്റെ ചാരവശാലുള്ള സഞ്ചാരം ഓരോ രാശിക്കാർക്കും എപ്രകാരം ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. കേവലം 12 ദിവസങ്ങളാണ് ഞാൻ പറഞ്ഞു ബുധൻ കർക്കിടക രാശിയിൽ നിൽക്കുന്നു. പിന്നീട് ഇതേ ബുധൻ വക്രിയായി വീണ്ടും തൻ്റെ സ്വന്തം ക്ഷേത്രമായ മിഥുനത്തിലേക്ക് വരുന്നുമുണ്ട്. അത് വളരെ ഗുണമായിരിക്കും. വക്രനസ്തു മഹാവീര്യാഹ, ഒരു ഗ്രഹം വക്രിയായി വരുമ്പോൾ അത് വളരെയധികം വീര്യത്തെ പ്രദാനം ചെയ്യപ്പെടുമെന്ന് പറയുന്നു. ജൂൺ 22-ന് കർക്കിടകത്തിൽ പ്രവേശിക്കുന്ന ബുധൻ ജൂലൈ മാസം 7-ാം തീയതി തിരിച്ച് വക്രിയായി മിഥുനത്തിലേക്ക് പോകുന്നു. ഈ വക്രിയായ ബുധൻ വളരെയധികം ഫലത്തെ പ്രദാനം ചെയ്യുമെന്ന് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഏതായാലും ഈ കർക്കിടക രാശിയിൽ നിൽക്കുന്ന ബുധൻ എപ്രകാരം ശുഭാശുഭങ്ങളെ പ്രദാനം ചെയ്യും ഓരോ രാശിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാം. നാം ആദ്യമായി ചർച്ച ചെയ്യുന്ന അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന മേടൻ രാശിക്കാർക്ക് ഈ ബുധൻ ചാരവശാൽ സഞ്ചരിക്കുന്നു കർക്കിടകത്തിൽ. എപ്രകാരം ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ്. ഇത്രയും നാൾ ബുധൻ കുറച്ച് ദിനങ്ങളായി നിൽക്കുന്നത് തൻ്റെ സ്വന്തം ക്ഷേത്രമായ മിഥുനത്തിലായിരുന്നു, അതിശക്തമായ മിഥുനം ക്ഷേത്രത്തിലായിരുന്നു. ഇപ്പോൾ ബുധൻ നിൽക്കുന്നത് മേടൻ രാശിക്കാരെ സംബന്ധിച്ചോളം 4-ാം ഭാവത്തിലാണ്, കർക്കിടക രാശിയിലാണ്. കർക്കിടക രാശിയിൽ ബുധൻ്റെ ഫലം പറഞ്ഞിരിക്കുന്നത് ജലാർജിതസ്വ സ്വജനസ്യ ശത്രു എന്നാണ്. സ്വന്തം ജനങ്ങൾ ശത്രുക്കളായിട്ട് വരും. ജലാർജിതസ്വഹ, വെള്ളത്തിലൂടെ ധനം ലഭിക്കും. അതിനാൽ മേടൻ രാശിക്കാർക്ക് ഈ ബുധൻ വിദേശയാത്ര പദ്ധതികൾക്കൊക്കെ വളരെ അനുകൂലമാണ്. നല്ല അടുത്തുള്ള സഹായികൾ സുഹൃത്തുക്കളായി വരും. അവരുടെ കൂടെ തനിക്ക് പല കാര്യങ്ങളും നടക്കാം. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിലൊക്കെ തന്നെ നല്ല ചില കാര്യങ്ങൾക്കൊക്കെ മുന്നിട്ടിറങ്ങാൻ വളരെ നല്ലതാണ് 4-ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ. അവിടെ കർക്കിടക രാശിയിൽ ബുധനോടുകൂടെ വ്യാഴവും ശുക്രനുമുണ്ട്. അതൊരു നല്ല യോഗമാണ്. 4-ാം ഭാവത്തിൽ ശുഭഗ്രഹങ്ങൾ നിൽക്കുന്നത് വളരെ നല്ലതാണ്. അതിനാൽ ഈ ബുധൻ നന്മകൾ പ്രദാനം ചെയ്യും. ചതുർത്ഥേജന ചന്ദ്രജസ് ചാരുമിത്രോ വിശേഷാധിക ഭൂമിനാഥാങ്കണസ്. 4-ൽ ബുധൻ നിൽക്കുമ്പോൾ ചാരുമിത്ര, നല്ല സുഹൃത്തുക്കൾ ഉണ്ടാകും. തൻ്റെ കർമ്മമേഖലയിൽ തൻ്റെ രാജാവ്, തൻ്റെ അധികാരി, തൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ബോസ് തനിക്ക് പല പുതിയ അധികാരങ്ങളും തനിക്ക് തരുന്നതാണ്. ഭവേത് ലേഖകോ ലിഖ്യദേവാ തദുക്തം, താൻ പറഞ്ഞത് മറ്റുള്ളവർ എഴുതിയെടുക്കേണ്ടുന്ന അവസ്ഥ വരും. തനിക്ക് ധാരാളം എഴുതുവാനുള്ള കഴിവുണ്ടാകും. അതിനാൽ രചനാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, സിനിമാ നിർമ്മാണം മുതൽ എഴുത്ത് ഇതുമായി ബന്ധപ്പെടുന്നവർക്കൊക്കെ തന്നെ വളരെയധികം നല്ലതാണ്. തദാജ്ഞാവരെ പൈതൃകുന്നോ ധനൻ. ഇവിടെ 6-ാം ഭാവാധിപനായ ബുധൻ, ശത്രുപതിയായ ബുധനാണ് 4-ാം ഭാവത്തിൽ നിൽക്കുന്നത്. അതിനാൽ പലപ്പോഴും പൂർവികമായ സ്വത്ത് ലഭിക്കാൻ വലിയ ബുദ്ധിമുട്ടുകൾ വരും. രേഖാപരമായ വിവാദങ്ങൾ ഉണ്ടാവും. അതിൻ്റെ പേരിൽ കോടതിയിൽ കയറി ഇറങ്ങേണ്ടി വരും. നിർബന്ധമായും ഇവിടെ നരസിംഹ മന്ത്രം ജപിക്കണം. ധർമ്മദൈവ സങ്കേതങ്ങളിൽ പോകണം. അവിടെ വിളക്കിലേക്ക് എണ്ണിയും തിരിയും കൊടുക്കണം. ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമഃ എന്ന് പ്രാർത്ഥിക്കുകയും വേണം. നമസ്തേ.